മക്കളെ ഞാനിപ്പോൾ മുട്ടപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോണ്. മൈദമാവ് എടുത്ത് കലക്കി ഒരു മുട്ട ഉടച്ചു നോക്കി ഇത്തിരി ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്ത് വെള്ളം അധികം കൂടരുത്. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മിനിമം ഒരു ആ പാകത്തിൽ ആ മാവാക്കാം. അതാണ് ഇന്നത്തെ രാവിലത്തെ ഫുഡാണ് ഞങ്ങളുടേത്. മുട്ടപ്പത്തിരിയാണ്. ലേശം വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം കൂടാൻ പാടില്ല. ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാക്കണം. മാവിൻ്റെ കട്ടയില്ലാതെ നല്ലൊരു പരുവത്തിലാക്കിയിട്ട് ദോശമാവ് പോലെ ഞങ്ങൾ കലക്കി ചൂടാക്കുക. ചട്ടിയിൽ ഞാൻ ഒഴിക്കാൻ പോവാണ്. അധികം പരത്തരുത്. ഞാൻ പുകയില്ലാത്ത അടുപ്പിലാണ് ഞാനിത് ചുടുന്നത്. ഇങ്ങനത്തെ അപ്പമൊക്കെ ഞങ്ങൾ ഈ അടുപ്പുമ്മലാണ് ചൂടാറ്. ദോശ മാത്രമൊക്കെ ഞങ്ങൾ ഗ്യാസുമ്മ ചൂടുള്ളൂ. ബാക്കിയൊക്കെ പത്തിരികളൊക്കെ ഞാൻ ഇതുമ്മൽ തന്നെ ചൂടാറ്. അപ്പോൾ ഇത് പാലും മുക്കൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇന്നത് രാവിലത്തെ ഫുഡ് ഞങ്ങളുടെ ഇതാണ്. നിങ്ങൾ ഇത് നന്നായെങ്കിൽ എനിക്ക് അറിയിക്കുക. മൂടി വെക്കണം. മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ എടുക്കുക. വീണ്ടും അധികം കണ്ടമാനം പരത്തരുത് കേട്ടോ. കുറച്ച് പരത്തതിന് മൂടി വെക്കുക. കുറച്ച് കഴിയുമ്പോൾ തുറക്കുക. കുറച്ച് നേരം പാകമാവണം. ഞങ്ങൾ ഇതൊക്കെ ഈ അപ്പങ്ങളൊക്കെ ഞങ്ങൾ ഇതിൽ തന്നെ ചെയ്യുക. അപ്പം ഇനി ഒന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയാൽ നല്ല അപ്പമായിട്ട് വരും. നല്ല ഫ്രഷായിട്ടുള്ള അപ്പമാണത്. വേഗം വേഗം തന്നെ അടർന്ന് കിട്ടും. ഇതാണ് ഞങ്ങളെ ഇന്നത്തെ രാവിലത്തെ ഫുഡ്. ഇനി എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം. ഇതിന് പാല് അടിച്ച് നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിപ്പോൾ ഇത് 2 എടുത്ത് കഴിക്കാൻ ഞാൻ പാൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. പാലും പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കുന്നത്. കറിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. കറിയല്ല ഇതിന് ടേസ്റ്റ്. പാലും പഞ്ചസാരയാണ് ഇതിന് ടേസ്റ്റ്. ഒന്ന് കഴിച്ചു നോക്കിട്ടോ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഒരാൾ ചോദിച്ചു, ഒരു കമൻറ്റിൽ ചോദിച്ചു ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ചോദിച്ച കാരണം കൊണ്ട് ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കുകയാണ്. ഞാനിത് കഴിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പൂച്ച വന്ന്, പൂച്ചക്ക് നല്ല ഇഷ്ടമാണല്ലോ, നല്ല ടേസ്റ്റാണല്ലോ, പഞ്ചസാരയും പാലും അല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഞാൻ തിന്നട്ടെ, എനിക്ക് പോകാറായി. ഇത് കഴിച്ച് കഴിയട്ടെ എന്ന് എനിക്ക് തൊഴിലുറപ്പ് പണിയുണ്ട്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് ഞാൻ പോവാൻ പോവാണ്. ഞാനിത് കഴിച്ച് പോവാൻ പോവാണ്. അപ്പം മക്കൾ എല്ലാവരും ഇത് ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ കാണാം. എന്നെ എല്ലാവർക്കും പ്രത്യേകമായുള്ള എല്ലാവർക്കും സ്നേഹാന്വേഷണം. ടാറ്റാ ടാറ്റാ ബൈ ബൈ.